ഹലോ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഇതിനായി ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മളെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അവരുടെ അടുത്ത് എത്തുകയാണെങ്കിലും നമ്മളെ കമ്മീഷണർ സാറിൻ്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സാറിൻ്റെ അടുത്ത് എത്തുകയാണെങ്കിലും ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മൾ അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളല്ല. അതിൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് ഒരു ആപ്ലിക്കൻ്റ് നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഗൾഫിലെ ഈ മലയാളികൾ ഗൾഫിൽ പോയി ലൈസൻസ് എടുക്കുകയും അവിടുത്തെ ലൈസൻസ് കൊണ്ട് കേരളത്തിലോട്ട് വരികയും ഇവിടെ നമ്മൾ ലേണേഴ്സ് അപ്രൂവലായി കഴിഞ്ഞാൽ ലൈസൻസിലോട്ട് പോകുമ്പോൾ ലൈസൻസ് ടെസ്റ്റ് എടുക്കേണ്ട, റോഡ് എടുക്കേണ്ട ലൈസൻസ് ഇഷ്യൂ ആണ് ഇപ്പം ട്രിവാൻഡ്രത്ത് ലൈസൻസ് എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഓട്ടോമാറ്റിക് ലൈസൻസ് കൊടുക്കുന്നു. അവരവിടെ മാനുവൽ ഓടിച്ചിരുന്നാലും ഇവിടെ ലൈസൻസ് ഓട്ടോമാറ്റിക് കാറിലേക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഉടനെ തന്നെ തിരിച്ച് പോവേണ്ടി വരികയും, അല്ലെങ്കിൽ ഗൾഫിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നാട്ടിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ പല ഭാഗത്ത് പഠിക്കുകയും ചെയ്യുമ്പോൾ ഇവർ നാട്ടിൽ വന്ന് ഈ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്കിവിടെ കുട്ടികൾക്ക് വേണ്ടത് വിത്ത് ഗിയർ ലൈസൻസാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വിത്ത് ഗിയർ ലൈസൻസ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കുട്ടികൾ ഇതിൻ്റെ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള കാലങ്ങളിലൊക്കെ അവിടെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാലും മിക്ക ഉദ്യോഗസ്ഥരും വിത്ത് ഗിയർ ലൈസൻസ് തന്നെ ഇഷ്യൂ ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവരിപ്പോൾ 1 വർഷത്തേക്ക് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? 1 വർഷത്തെ ഇഷ്യൂ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ 1 വർഷത്തിനകത്ത് ആക്സിഡൻറ്റ് സംഭവിക്കുക, ബ്ലാക്ക് ലിസ്റ്റിൽ വരിക ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ആ ലൈസൻസ് പിന്നെ കൊടുക്കത്തില്ല. 1 ഇയർ കൊണ്ട് ആ ലൈസൻസിൻ്റെ കാലാവധി തീരുകയെന്നാണ് എനിക്കറിയാം ചെറിയൊരു എൻ്റെ ഒരു ധാരണ. പക്ഷേ ഇവിടെ ആ ലൈസൻസ് കൊണ്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ അവരിവിടെ വിത്ത് ഗിയർ വേണമെന്ന് പറയുകയും ഇവിടെ ഉദ്യോഗസ്ഥർ കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും അവരുമായിട്ടുള്ള ഫൈറ്റിന് ഇടവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഗൾഫിൽ 3 ടൺ അത് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതാണ് കാര്യം. അവിടെ ഗൾഫിൽ ഒരു LME ലൈസൻസ് എന്ന് പറഞ്ഞാൽ 3 ടൺ വരെ അവർക്ക് ഓടിക്കാനുള്ള അധികാരമുള്ളൂ, അതിനുള്ള ലൈസൻസ് കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ 7 ടൺ വരെ ഓടിക്കാനുള്ള ലൈസൻസാണ് ഈ LME ലൈസൻസിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ വരുന്ന വ്യത്യാസമാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നതിൻ്റെ കുഴപ്പം. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലാരിറ്റി തരിക. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ലൈസൻസ് എടുത്ത് വരുന്ന കുട്ടികൾ വരട്ടെ. അവരെ കൊണ്ട് നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാട്ടിലും ഒത്തിരിയും ഡ്രൈവിംഗ് ടെസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് അവർക്ക് ഗൾഫിൽ ലൈസൻസ് കിട്ടുന്നത്. പക്ഷേ അത്രയും എടുത്തവരെ നമുക്ക് തിരിച്ച് കേരളത്തിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ എച്ചെടുക്കുകയോ നമ്മൾ ഈ കേരളത്തിൽ അനുഭവിച്ചിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി എങ്ങനെയാണോ അത് എടുക്കാൻ വേണ്ടി അവരെടുക്കാൻ തയ്യാറാണ്. പക്ഷെ അതിനുള്ള ഓപ്ഷനും ഇവിടെ ഇല്ല. അപ്പോൾ അതാണ് ഈ പ്രശ്നം. നമ്മളും ഈ സ്റ്റുഡൻസും അല്ലെങ്കിൽ ആപ്ലിക്കൻറ്റുകളുമായിട്ടുള്ള ഈ ഫൈറ്റിനുള്ള കാരണം അതുകൊണ്ട് ബഹുമാനപ്പെട്ട കമ്മീഷണർ സാർ അല്ലെങ്കിൽ അറിഞ്ഞ് നമ്മുടെ വിഷമങ്ങളൊന്ന് പരിഹരിച്ച് തരണമെന്നാണ് വിനീതമായ അഭ്യർത്ഥന. മറ്റുള്ള RTOയിലൊക്കെ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. അത് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ട്രിവാൻഡ്രത്ത് ലൈസൻസ് കിട്ടുന്നില്ല. ഒത്തിരി പേര് ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നങ്ങളായിട്ട് അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനൊരു സോഴ്സ് കണ്ടെത്തി തരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഓക്കെ.